Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 അക്കൗണ്ടൻസിയിൽ എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടുവരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. സോ പാർട്ട് 2 വീഡിയോ കൂടെ കമ്മിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേ ബാച്ചിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഇനി ആർക്കെങ്കിലും ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മറക്കരുത്, ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ പാർട്ട് 2 വീഡിയോ കമ്മിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2 മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെയിൻലി 2 മെത്തേഡാണുള്ളത്. സോ ഏതൊക്കെ മെത്തേഡാണ്, അതിലെങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന ടേം എന്താണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ക്യാപിറ്റൽ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുക. മലയാളത്തിൽ അതിനെ മൂലധനം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓണർ ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ഓണർ കൊണ്ടുവരുന്ന പൈസനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. സോ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് 2 ടൈപ്പിലാണ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് 2 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. സോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയണം 4 ബോക്സസ് വരയ്ക്കണം എന്നുള്ളത്. അപ്പോൾ പർട്ടിക്കുലാർസ്, എമൗണ്ട് ഇങ്ങനെ 4 ബോക്സ് വരച്ച് കൊടുക്കുക. ഇത് ഡെബിറ്റ് സൈഡും ഇത് ക്രെഡിറ്റ് സൈഡും കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റത്തെ പർട്ടിക്കുലാർ ബോക്സ് അഥവാ ഡെബിറ്റ് സൈഡിലെ പർട്ടിക്കുലാർ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ആണ് ബാങ്ക്, വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതായത് ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡെബിറ്റ് സൈഡിലെ പർട്ടിക്കുലർ ബോക്സിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്, ആകെ 3 കാര്യങ്ങളെ വരുന്നുള്ളൂ. വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ദെൻ നമ്മൾ എമൗണ്ട് കൃത്യമായി എഴുതി കൊടുക്കുക. ഇനി ക്രെഡിറ്റ് സൈഡിലെ പർട്ടിക്കുലർ ബോക്സിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്, ബാങ്ക് ഇൻട്രൊഡ്യൂസിങ് ഓഫ് ക്യാപിറ്റൽ, ബാലൻസ് ബ്രോ ഡൗൺ, ബാങ്ക് അഡീഷണൽ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതായത് ഇവിടെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുക. അതല്ലാതെ 2 വ്യക്തികളുണ്ട് അല്ലേ, സാലറിയും കമ്മീഷനും. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സൈഡിലെ പർട്ടിക്കുലേഴ്സ് കൂടെ ഫിനിഷ് ആവുന്നതായിരിക്കും. സോ ഇത് 2 മറന്നു പോകരുത്. ഇവിടെ ആണെങ്കിൽ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതേ സ്ഥാനത്ത് നമ്മുടെ ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ സാലറിയും കമ്മീഷനും ആയിരിക്കും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ലോസ് ആണെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് സൈഡും, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എഴുതാൻ കൂടെ ശ്രദ്ധിക്കണം. ദെൻ കൃത്യമായ എമൗണ്ട് ഇട്ട് കൊടുക്കുക, അതിനുശേഷം ടാലി ചെയ്യുക. വളരെ ഈസിയാണ്, ബട്ട് 100% ഷുവറായിട്ട് വരുന്ന 6 മാർക്ക് ക്വസ്റ്റ്യൻ കൂടാണ് നമ്മുടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അതുപോലെ തന്നെ നമ്മൾ കമ്മിങ് ഡേയ്സിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, കറണ്ട് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇടുന്നതായിരിക്കും. സോ ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യനിൽ ഇതെല്ലാം തന്നിട്ടുണ്ടാവും, അത് ക്ലിയർലി എഴുതുക, ദെൻ എമൗണ്ട് എഴുതുക, ദെൻ ലാസ്റ്റ് നമ്മൾ ടാലി ചെയ്യുക. വളരെ ചെറിയ പ്രോസസ്സാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ 6 മാർക്ക് ഷുവറായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായി ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.